ഇവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അത് തദ്ദേശ സ്ഥാപന അധികാരമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈ പ്രൊജക്ട് വെച്ചതും ധനസമാഹരണം നടത്തിയത്? അവര് അതിന് ഉത്തരം പറയണ്ടേ? ആ ഫണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തിരിച്ചു കോടിക്കണക്കിന് രൂപ അത് എവിടെ പോയി? അങ്ങനെയാണെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് അതിന്റെ ഉത്തരവാദിത്തമെങ്കിൽ എന്തിന് ഈ ഫണ്ട് സമാഹരണം നടത്തിയും ഈ ഫണ്ട് എന്തിനു ഉപയോഗിച്ചെന്നും പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനുണ്ട് എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ആ രീതിയിൽ പരസ്പര പഞ്ചായത്ത് സംവിധാനം ശരിയല്ല. ഇവിടെ കണ്ണൂർ കോർപ്പറേഷൻ വളരെ വ്യക്തമായി ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ എല്ലാ വിഷയങ്ങളിലും വളരെ കൃത്യമായി ഇടപെടാറുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇവിടെ വന്ന് കാണുമ്പോൾ പക്ഷെ സമരദാഹികളായ ആളുകൾ ഇലക്ഷൻ വരുമ്പോൾ സമരദാഹവുമായി നടക്കുന്ന ആളുകൾ ഇലക്ഷന്റെ മുഖത്ത് എന്തെങ്കിലും ചെയ്യണം, പറയണം, എന്തെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഇത്തരം സമരാഭാസങ്ങൾ നടത്തുന്നത് അവർ മനസ്സിലാക്കണം. മലർന്നു കിടന്ന് തുപ്പുകയാണ് ഇത്തരം ആളുകൾ കൗൺസിലർമാരും എന്ന് എനിക്ക് വളരെ വിഷമത്തോടെ പറയേണ്ടി വരുന്നു. നമ്മൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നായയെ ഈ അക്രമാസക്തമായ നായയെ പോലും കൊല്ലാനുള്ള അധികാരമില്ല. കാരണം പേ പിടിച്ച നായ്ക്കളെ കൊല്ലുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. എന്നാൽ പോലും ഇപ്പൊ തന്നെ വെറ്റിനറി ഡോക്ടർമാർ ഇവിടെ വന്നു, 4 ഭാഗത്തുനിന്നും മൃഗസ്നേഹികളെ വിളിച്ചിട്ട് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് നായയെ പിടിക്കുന്നുള്ളതാണ്. നമ്മുടെ വർക്കർമാരും അതുപോലെ നായപിടുത്തക്കാരെയും ഉൾപ്പെടെയുള്ള ആളുകളെ ടൗണിന്റെ വിവിധ ഭാഗങ്ങളിലേക്കായി നിയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം ആളുകൾ നായയെ പിടിക്കുമ്പോൾ മൃഗസ്നേഹികൾ പറയുന്നത് നിങ്ങൾക്ക് ആരാ അധികാരം തന്നത് നായയെ പിടിക്കാൻ എന്നുള്ളതാണ്. അപ്പൊ നമ്മള് മനുഷ്യജീവന് ഒരു വിലയില്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഈ ഒരു സംവിധാനത്തിലേക്ക് പോകുമ്പോൾ പിന്നെ ടൗൺ ആ ഭാഗത്ത് നായി ഇത്രയധികം പെരുകാനുള്ള കാരണം കണ്ടോൺമെന്റിലെ വേസ്റ്റ് അവിടെ ഇടുന്നത് നമ്മുടെ നഗരത്തിന്റെ മധ്യത്തിലാണ്. ആ വേസ്റ്റ് അവിടെ കൂട്ടിയിടുന്നത് കൊണ്ട് ആ ഭാഗത്ത് ഒരുപാട് നായ്ക്കൾ പെരുകി വരികയാണ്. അത്തരം കാര്യങ്ങളൊന്നും ജനങ്ങളാകെ പേടിച്ചിട്ടാണുള്ളത്. പക്ഷെ ഇത്തരം സംവിധാനങ്ങൾ കൊണ്ട് നമുക്കൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവിടെ മേയർ സൂചിപ്പിച്ചു, ചെമ്പിലോട് പഞ്ചായത്ത് മുഴപ്പിലാങ്ങാട് ഒരുപാട് നായി പട്ടി ആക്രമണം ഉണ്ടായപ്പോ അവിടെയൊന്നും CPM പ്രവർത്തകന്മാരില്ല. അവരൊക്കെ ഒന്നും വന്ന് സമരം നടത്തുന്നത് കണ്ടില്ലല്ലോ. ഇന്ന് ഇവിടെ കണ്ണൂർ കോർപ്പറേഷന്റെ കൗൺസിൽ യോഗം നടത്തുമ്പോൾ ആ കൗൺസിൽ യോഗം വരെ അലങ്കോലപ്പെടുത്തുകയാണ്. ഇതിനെന്ത് ഒരു സംവിധാനം, എങ്ങനെയാണ് ഇത് നമ്മൾ പരിഹരിക്കപ്പെടേണ്ടത് എന്നുള്ള ഒരു ചർച്ചയ്ക്ക് പകരം അവരിവിടെ അലങ്കോലപ്പെടുത്താനാണ് ഇവിടെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, ഇവിടെ മേയർ സൂചിപ്പിച്ചു, നമ്മള് DPC പ്രൊജക്റ്റ് ആയിട്ടാണ് ഈ ഒരു APC പ്രോഗ്രാം നടപ്പിലാക്കുന്നത്. അതിനുള്ള വിഹിതം ഞങ്ങൾ എല്ലാ വർഷവും 10 ലക്ഷം രൂപ വെച്ച് പദ്ധതി വിഹിതം ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിന് കൈമാറുന്നുണ്ട്. ആ കൈമാറിയ തുക എന്ത് ചെയ്തു എന്നുള്ളതാണ്. കാരണം എത്രത്തോളം നായ്ക്കളെയാണ് നമ്മുടെ ഏരിയയിൽ നിന്ന് പിടിക്കുന്നത് എന്നുള്ള കണക്ക് പോലും നമുക്കില്ല. ഈ ABC ചെയ്തത് കൊണ്ടും APC ചെയ്ത നായക്ക് പേയളകില്ലാന്നോ അത് കഴിക്കില്ലാന്നോ നമുക്ക് പറയാൻ പറ്റുമോ? ഇതിന്റെ റിസൾട്ട് ഉണ്ടാവുന്നത് ഈ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് തന്നെ പറയുന്നത് 5-10 കൊല്ലം കഴിഞ്ഞാൽ മാത്രമാണ് ഈ ABCയുടെ റിസൾട്ട് പോലും ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോ എന്താണ് നമുക്ക് തരട്ടെ, അധികാരം നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ജനങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ ജീവൻ പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇതിനെ എങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കാം, എങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താം എന്നുള്ള പരീക്ഷണശാലയായിട്ട് ഉപയോഗിക്കാം. അപ്പം ഞാൻ ഒരു 10-12 ദിവസം മലപ്പുറം നിലമ്പൂർ തെരഞ്ഞെടുപ്പും കഴിച്ച് അതിൻ്റെ രാജ്യമാണ്. അവിടെയുള്ള ചർച്ച ആ മലയോര മേഖലയിൽ കാട്ടുമൃഗങ്ങൾ വന്ന് ജനങ്ങളെ ഉപദ്രവിക്കുന്ന പ്രശ്നം, കൃഷി നശിപ്പിക്കുന്നു, ആളുകളെ കൊല്ലുന്നു. അതിനകത്ത് നമ്മൾ ABC ഇവിടെ പറഞ്ഞു, ജില്ലാ പഞ്ചായത്താണ് DPC പ്രൊജക്റ്റാണ്. DPC ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും മൊത്തമായി അതിന്റെ ചുമതല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനാണ്, അവരാണ് അതിന്റെ അധ്യക്ഷ. അപ്പൊ DPC പ്രൊജക്റ്റായി ഈ ABC പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് വെക്കുകയും ആ പ്രോജക്റ്റിൽ സഹകരിച്ച് 20 ലക്ഷത്തോളം രൂപ നിക്ഷേപിച്ച അങ്ങോട്ട് അടച്ചു കൊടുത്ത കോർപ്പറേഷനാണ്. അപ്പം അഥവാ ആ പദ്ധതി വിജയിച്ചാൽ ജില്ലാ പഞ്ചായത്തിന്റെ മിടുക്ക്, അത് പരാജയപ്പെട്ടാൽ തദ്ദേശ സ്ഥാപനത്തിന്റെ പോരായ്മ. ഇനി അങ്ങനെ തന്നെ വെക്കാം. ചെമ്പിലോട് പഞ്ചായത്തിൽ എന്തുകൊണ്ടാണ് CPM സമരം ചെയ്യാതിരുന്നത്?
അത് 32 പേരെ കടിച്ചിട്ട് 2 മാസം ആയിട്ടില്ലല്ലോ കണ്ണൂർ കൊണ്ടുവന്നില്ല. ഇതിൽ ഒരു CPM സമരം ചെയ്ത് കണ്ടില്ല. അന്ന് പറഞ്ഞത് നമുക്ക് കൊല്ലാൻ നിയമമില്ല. അതുപോലെ അഞ്ചരക്കണ്ടി പഞ്ചായത്ത് ലോഹിദാസിന്റെ പ്രസ്താവന ഞാൻ പത്രത്തിൽ വായിച്ചതാണ്, നിങ്ങൾ കണ്ടതാണ്. ദാമോദരൻ ചെമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ദാമോദരനും അഞ്ചരക്കണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ലോഹിദാസും രണ്ടുപേരും സംയുക്തമായിട്ട് പറഞ്ഞു, നിലവിലെ നിയമപ്രകാരം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കോർപ്പറേഷനും അതേ നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അപ്പൊ ഇത് രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതല്ല. കൂട്ടായി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കേണ്ടതാണ്. കോർപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നഗരത്തിൽ പലരും മാലിന്യം വലിച്ചെടുക്കും, അതിനും കർശനമായ നടപടിയുണ്ട്. എന്നാൽ കോർപ്പറേഷനോട് ചേർന്ന് നിൽക്കുന്ന കണ്ടോൺമെന്റ് പ്രദേശത്ത് മാലിന്യം എങ്ങനെ നിക്ഷേപിക്കുന്നു അത് പരിശോധിക്കേണ്ടതാണ്. അവിടെ വരുന്ന പട്ടികൾ, അവർക്ക് പട്ടികൾക്കതായ അതിർത്തിയും ഒന്നുമില്ലല്ലോ. അവർ ഇങ്ങോട്ടേക്ക് കടന്നു വന്ന അവർ കടിച്ചു. അവിടെ കണ്ടോൺമെന്റ് പ്രദേശത്ത് തൊട്ടടുത്താണ് ഇപ്പൊ നായകരെ കുറെ ആളുകൾ കടിച്ചത്. നമ്മൾ അവരാണെന്ന് പറയല്ല. അപ്പൊ നിലവിൽ ഇത് ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന്റെ പോരായ്മയാണ് എന്ന് വരുത്തി നിൽക്കാൻ വേണ്ടിയിട്ട്